അതേപോലെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് നാട്ടിൽ വലിയ ശമ്പളമൊന്നുമില്ല, ജോലിക്ക് പോകണു എന്നുള്ള ഒരു മാത്രമേ ഉള്ളൂ. ഒരു 2 വർഷമായി ആൾക്ക് ജോബ് വിദേശത്തേക്ക് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒന്നും ആവില്ല. വിസ പ്രോസസ്സിങ് ആവുമെന്ന് പറഞ്ഞ് നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റെസ്പോൺസും വന്നിരുന്നില്ല. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം 15ാമത്തെ ദിവസം ഹസ്ബൻഡിന് വിസ വരികയും അവിടേക്ക് പോവുകയും ചെയ്ത്, അവിടേക്ക് പോയി 2ാമത്തെ ദിവസം തന്നെ ഹസ്ബൻഡിന് അവിടെ ജോലി കിട്ടി. ഞാൻ ഇവിടുന്ന് മാതാവിൻ്റെ കാശ് രൂപം ഹസ്ബൻഡിന് കൊടുത്തു വിട്ടുണ്ടായിരുന്നു. ഇത് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒക്കെ ഹസ്ബൻഡ് ഈ കാശ് രൂപം വെച്ച് വിശ്വാസപണം ചൊല്ലിയിട്ടാണ് പോയിരുന്നത്. ഇപ്പം നല്ലൊരു കമ്പനിയിലാണ് ജോലി, അതേപോലെ നല്ല ഹൈ സാലറിയും ഉണ്ട് ആൾക്കിപ്പോൾ അവിടെ. പിന്നെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് വീട്ടിൽ സമാധാനമായിരുന്നു. ഉണ്ണിയില്ല എന്ന് പറഞ്ഞിട്ട് കുറേ അധികം പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. അതേപോലെ എനിക്ക് PCOD ആണ്. ഉണ്ടാവണ ഉണ്ണിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാവും, അല്ലെങ്കിൽ പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ണിക്കുണ്ടാവും. പിന്നെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ഉണ്ണി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടൊന്നും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല, ഉണ്ണീനൊന്നും കിട്ടില്ല. അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് കുറേ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ദൈവം എനിക്ക് നല്ലൊരു പെൺകുഞ്ഞിനെ, നല്ല ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ ദൈവം എനിക്ക് തന്നു. ഇപ്പോൾ വീട്ടിൽ നല്ലൊരു സമാധാനമുണ്ട്. യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം അവർ എന്തൊക്കെ പറഞ്ഞാലും എനിക്കതൊന്നും എൻ്റെ ഉള്ളിലൊരു വിഷമമായിട്ടോ അല്ലെങ്കിൽ അതെപ്പോഴും ആലോചിച്ചിട്ടൊന്നും ഞാൻ ഇരുന്നിരുന്നില്ല. അതൊക്കെ മാതാവ് എനിക്ക് അത് സഹിക്കാനുള്ള ശക്തി മാതാവ് എനിക്ക് തന്നിരുന്നു.